വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള തോട്ട് പ്രൊവോക്കിംഗ് ആയിട്ടുള്ള ഇഷ്യൂ കൈകാര്യം ചെയ്യുന്ന ഒരു സിനിമയാണ് രുതിരം. ഈ സിനിമയുടെ കഥ സ്റ്റാർട്ട് ചെയ്യുന്നത് 2 റിവെഞ്ച് സ്റ്റോറീസിൽ നിന്നാണ്. ഇതിലെ കേന്ദ്ര കഥാപാത്രമായ രാജ്ബി ഷെട്ടിയുടെ അപർണ ബാലമുരളിയുടെ റിവെഞ്ച് സ്റ്റോറിയാണ് സിനിമ പറയുന്നത്. ഈ സിനിമയുടെ പോസിറ്റീവിലേക്ക് വരികയാണെങ്കിൽ ഈ സിനിമയുടെ എക്സിക്യൂഷനാണ് സിനിമയുടെ വലിയൊരു പോസിറ്റീവായി തോന്നിയത്. കാരണം ആ ഒരു റോ ആയിട്ടുള്ള ആ ഒരു കൈൻഡ് ഓഫ് ത്രില്ലിംഗ് എലമെന്റ്സും ആ ഒരു ടെൻഷൻ ബിൽഡപ്പും ഒക്കെ വളരെ മികച്ച രീതിയിൽ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട് ഈ സിനിമയിൽ. അതുപോലെ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഇഷ്യൂ കൈകാര്യം ചെയ്യുന്ന ഒരു സിനിമ വളരെ തോട്ട് പ്രൊവോക്കിംഗ് ആയിട്ട് ഓഡിയൻസിലേക്ക് കണക്ട് ചെയ്യുന്ന രീതിയിലാണ് സംവിധായകൻ സിനിമ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ സിനിമയുടെ ക്യാരക്ടർ ഡെവലപ്മെന്റ്സ് എടുത്തു പറയേണ്ട ഒന്നാണ്. ജിഷോ ലോൺ ആന്റണിയുടെ റൈറ്റിംഗും ഡയറക്ഷനും ഒരു അപ്ലോസ് ഡിസേർവ് ചെയ്യുന്നുണ്ട് എന്നുള്ളതിൽ സംശയമില്ല. ഈ ഒരു സിനിമയുടെ വേറൊരു പോസിറ്റീവാണ് ഇതിലെ ക്യാരക്ടേഴ്സിന്റെ പെർഫോമൻസസ്. പ്രത്യേകിച്ച് എടുത്തു പറയാൻ തോന്നിയത് രാജ്ബി ഷെട്ടിയുടെ പെർഫോമൻസ് ആണ്. കാരണം ആ ഒരു ക്യാരക്ടർ പോകുന്ന ഇന്നർ കോൺഫ്ലിക്ട്സും ഇമോഷൻസും റിവെഞ്ചും ഒക്കെ വളരെ മികച്ച രീതിയിലാണ് ഓഡിയൻസിന് കണക്ട് ആവുന്ന രീതിയിൽ മികച്ച രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. അപർണ ബാലമുരളിയുടെ ആദ്യം തൊട്ട് അവസാനം വരെയുള്ള ആ ഒരു ഇന്റൻസിറ്റി കൂടി വരുന്ന സീക്വൻസസ് ഒക്കെ വളരെ മികച്ച രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ചെറിയ കുട്ടികൾക്ക് ഈ സിനിമ റെക്കമെൻഡ് ചെയ്യില്ല. കാരണം ആ ഒരു സെൻസിറ്റീവ് ടോപ്പിക്സും ആ ഒരു ചെറിയ വയലൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് അത് റെക്കമെൻഡ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ഈ സിനിമയിൽ 2 ആക്ഷൻ സീക്വൻസസ് ഉണ്ട് സെക്കൻഡ് ഹാഫിൽ. അത് വളരെ മികച്ചതായിട്ടാണ് തോന്നിയത്. കാരണം ആ ഒരു റിയലിസ്റ്റിക് അപ്രോച്ച് ഉണ്ടായിരുന്നതിൽ